ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഷഡ്ഡി പ്രശ്നം തീർന്നിട്ടില്ല കേട്ടോ. ഞാൻ പ്രഭാവതി PN. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഈ ആൺകുട്ടികളെ ഷഡ്ഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ, നമ്മുടെ പെൺകുട്ടികളൊന്നും ഷഡ്ഡി ഇടാറില്ലെന്ന്. എന്തുകൊണ്ട് അവരുടെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല? അത് ഞാൻ തന്നെ പറഞ്ഞുതരാം. ഒരു പെൺകുട്ടി ജനിച്ചു വീഴുമ്പോൾ തന്നെ അവിടെ നിയന്ത്രണങ്ങളുമായിട്ടാണ് ആ കുട്ടിയുടെ അടുത്തേക്ക് എല്ലാവരും ചെല്ലുന്നത്. ഡ്രസ്സ് ഇട്ടങ്ങ് മൂടി, ഒരു തുണി കഷ്ണം ഇട്ടിട്ട് ആ കുട്ടിയുടെ ആ ഭാഗങ്ങളെല്ലാം അങ്ങോട്ട് മൂടി കവർ ചെയ്തു. ഒരു ആൾക്കാർ ആരെങ്കിലുമൊക്കെ കുട്ടീനെ കാണാൻ വന്നു കഴിഞ്ഞാൽ പെൺകുട്ടിയാണത് മാറ്റി കാണിച്ചു കൊടുക്കില്ല. ആൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും? അത് മാറ്റി കാണിച്ചു. ഇതേ ആൺകുട്ടിയെ കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ട കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആണ് പെണ്ണ് എന്ന് വേർതിരിച്ച് സംസാരിക്കുന്ന ഒരുപാട് ഫാമിലികൾ ഇന്നും ഉണ്ട്. എന്തിനങ്ങനെ സംസാരിക്കണം? ഈ പറഞ്ഞ പോലെ ആൺകുട്ടിയുടെ ഷഡ്ഡി പെൺകുട്ടിയുടെ ഷഡ്ഡി എന്നും പറഞ്ഞിട്ട് ഒരു തിരിവും വേണ്ട. പെൺകുട്ടികളോട് മാതാപിതാക്കൾ അല്ലെ അവരുടെ വീട്ടിൽ കാരണന്മാരുണ്ട്, അവരൊക്കെ പറയുന്ന പെൺകുട്ടികളോട് പറയും, തുണി കഴിഞ്ഞിട്ട് ഷഡ്ഡി കഴുകിയിട്ടേ ആ തുണിയുടെ അടിയിൽ കൊണ്ടേ വിരിച്ചിടണം. വെയിലത്ത് വിരിച്ചിടരുത്, ആരും കാണരുത്. വിരിച്ചിടുന്നുണ്ട് അതിൻ്റെ മുകളിൽ വേറെ തുണി വിരിക്കണം. ഇങ്ങനെ കുറേ ഷഡ്ഡി നിയന്ത്രണങ്ങളുമായിട്ടാണ് ഈ കൊച്ചു വളരുന്നത്, കേട്ടാണ് വളരുന്നത്. ആ കുട്ടി കൺഫ്യൂഷനാണ്. എൻ്റെ ഷഡ്ഡി ഇത്രയും വൃത്തികെട്ട സാധനമാണോ? ഇത് എവിടെയും വിരിക്കാൻ പാടില്ല, ആരും കാണാൻ പാടില്ല. ഒരു കുട്ടി ഷോപ്പിൽ കയറിയിട്ട് ഷഡ്ഡി വാങ്ങാൻ വേണ്ടി കയറിയിട്ട് ആ ഷോപ്പിൽ ആൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. സെയിലിന് വാങ്ങാതെ ഇറങ്ങിപ്പോയി. ഞാൻ ആ കടയിലുണ്ടായിരുന്നു. വീട്ടിൽ കുറേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ആ കൊച്ചിനെ ഇങ്ങനെ അടിച്ചു വെച്ചേക്കുക. നീ കടയിൽ പോയി ആൺകുട്ടികളുണ്ട് ചോദിച്ചേക്കരുത് ഷഡ്ഡി. കൊച്ചിന് നാണം ചോദിക്കാൻ വേണ്ടി. ഇതിന് മാത്രം നാണിക്കേണ്ട സാധനമാണ് ഷഡ്ഡി. നമ്മൾ ഉപയോഗിക്കുന്ന സാധനമല്ലേ. അമേരിക്കക്കാരൊക്കെ ഷഡ്ഡി ഇട്ടുകൊണ്ട് നടക്കുന്നത്, ഷഡ്ഡി മാത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഷഡ്ഡിക്ക് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. പെൺകുട്ടികൾ പ്രത്യേകിച്ചും മനസ്സിലാക്കൂ. ഷഡ്ഡി എന്നിട്ട് ഇനി അടുത്ത പ്രാവശ്യം ചെന്നിട്ട് ചേട്ടനോട് ഇത് കാണുന്ന ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ അടുത്ത പ്രാവശ്യം കടയിൽ ചെന്നിട്ട് ആ ചേട്ടനോട് പറയണം, ചേട്ടാ എനിക്കൊരു 3-4 ഷഡ്ഡി തന്നെ, ഒരു സൈസ് ഇത്രയാട്ടോ എന്ന് പറയണം. ഒരു ചമ്മലും വേണ്ട. ആ ചേട്ടൻ തന്നെ ചേട്ടൻ നിങ്ങൾ ഷഡ്ഡി ചോദിക്കുന്നത് കേട്ടിട്ട്. അതാണ് നിങ്ങളുടെ എന്താ പറയുക, ചട്ടക്കൂടിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ആദ്യത്തെ ആയുധം. വീട്ടിൽ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയൂ, അച്ഛൻ എൻ്റെ ഷഡ്ഡി അവിടെ കിടപ്പുണ്ട്, ഒന്ന് എടുത്തോണ്ട് തരാമെന്ന് ചോദിക്കും. അവരെന്താ മറുപടി പറയും നിങ്ങൾ നോക്കൂ. ഇങ്ങനെയൊക്കെ ചെയ്യും. നമുക്ക് ആ ഷഡ്ഡി നിയന്ത്രണത്തിൽ നിന്ന് പുറത്ത് കിടക്കണ്ടേ? അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത വിഷയവുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം. ഷഡ്ഡി തന്നെ കേട്ടോ അടുത്ത വീഡിയോയിലും എല്ലാവരും വരണേ. ബൈ ബൈ, ടാറ്റാ.